ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തതിന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉമ്മയും മോനും ആണോ എന്ന് ചോദിക്കുന്നവരോട് ഷെമി അവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് അത്യാവശ്യം വ്യൂസും ഉണ്ട്. അപ്പോൾ ഞാൻ അവരെക്കുറിച്ച് കുറ്റങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എനിക്കും ഇഷ്ടമുള്ളൊരു കപ്പിൾസ് തന്നെയാണ് അവർ കേട്ടോ. ഷെമി അവരുടെ ആ വീഡിയോ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കപ്പിൾസ് തന്നെയാണ് അവരെക്കുറിച്ച് ഞാനൊന്നും കുറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതറിയാത്തവരെ കൂടി അറിയിക്കാനാണോ ഈ വീഡിയോ ചോദിക്കുന്നത്? അത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് ഈ കപ്പിൾസിനെ എല്ലാവരും ഈ കപ്പിൾസിനെ അറിയുന്നവർ തന്നെയാണ്. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാപ്പാട് കിച്ചൺ എന്നുള്ള യൂട്യൂബറാണ് ഇട്ടിരിക്കുന്നത്. അതിന് ഞാനും കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തേലും കുഴപ്പമുണ്ടോ നിങ്ങൾക്കെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു ലൈവിൽ പോയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാപ്പാട് കിച്ചണാണോ എന്നെ ചൊറിയാൻ വന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് വന്ന റിപ്ലൈ ആണ്, ഞാൻ ചൊറിഞ്ഞതിന് നിങ്ങൾ പോയി കേസ് കൊടുക്ക്, ചൊറിയാൻ കാരണമുണ്ട്, ടി ഫാമിലി നിങ്ങൾ ചൊറിഞ്ഞതല്ലേ, മാന്തിയതാണോ ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ഫാമിലിയെ ചൊറിയാനോ മാന്താനോ ഒന്നും പോയിട്ടില്ല. ആ ഫാമിലിയെക്കുറിച്ച് ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കാപ്പാട് കിച്ചൺ വാലും തുമ്പും കണ്ടിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ചോദിക്കണം. എനിക്കപ്പോൾ ഈ കമൻറ്റ് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. ശരിയാണ്, പുറത്തുള്ളവർ ഒരുപാട് ബാഡ് കമൻറ്റ്സ് ഇട്ട് എന്നെ അങ്ങനെ ഓരോന്നും പറയാറുണ്ട്. പക്ഷേ ഈ ഇങ്ങനെയൊരു യൂട്യൂബറായ ഈ കാപ്പാട് കിച്ചൺ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടാ. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവരുടെ വീഡിയോ കാണാനോ ഇവരുടെ ഒന്നിനും ഞാൻ പോകാറില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ്, ഏതൊരു ലൈവിൽ വെച്ച് കണ്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇവരുടെ വീഡിയോ കാണാൻ പോകാനോ ഇവരുടെ ഇടുന്ന വീഡിയോയ്ക്ക് ഇങ്ങനെയുള്ള കമൻറ്റ്സ് ഇടാനോ ഞാനൊന്നും ചെയ്യുന്നിട്ടില്ല. ഇവർക്കാണ് ഇങ്ങനൊരു ഇത് ഞാൻ കമൻറ്റ് ഇട്ടതെങ്കിൽ ഇവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അത് എന്താണ് ഇപ്പോൾ എന്താ പറയുക, കാപ്പാട് കിച്ചണും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനും ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇതിലെത്തിയിരിക്കുന്നത്. ഞാൻ ആരും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ഇതുവരെ പോയിട്ടില്ല. ആർക്കും ബാഡ് കമൻറ്റ്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള കമൻറ്റ്സോ ഒന്നും ഇടാൻ പോയിട്ടില്ല. ഈ ഒരു വീഡിയോ അങ്ങനെ. പിന്നെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിനും വന്ന കമൻറ്റാണ്. അപ്പോൾ നിരന്തരം എന്നിങ്ങനെ വന്ന് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് എന്നെ ഇതാക്കണതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കാപ്പാട് കിച്ചനോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല. കാപ്പാട് കിച്ചൺ എന്തിനാണ് എന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കമൻ്റ് ഇട്ട് എന്നെ ഇങ്ങനെ മാനസികമായിട്ട് തളർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനൊരു മെഹനൂൻ്റെയും വേറൊരു സഫാൻ്റെയും ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വന്നൊരു വീഡിയോ ആണ്, കമൻ്റാണിത്. എന്തിനാണ് മറ്റുള്ളവരെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോകളാണ് ചെയ്യുന്നത്. എന്നെപ്പോലെ തന്നെ റിയാക്ഷൻ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർ ഉണ്ട്. അവരെ പോയിട്ട് കാപ്പാട് ഒന്നും പറയുന്നില്ലല്ലോ. ഈ സെയിം വീഡിയോ തന്നെ പല യൂട്യൂബേഴ്സും ചെയ്യാറുണ്ട്. അവരെ പോയിട്ട് കാപ്പാട് ഒന്നും പറയുന്നില്ലല്ലോ. എന്നെ മാത്രം ടോർച്ചർ ചെയ്ത് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഈ കമൻ്റ് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാപ്പാടൊന്നും മനസ്സിലാക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. നിങ്ങളെ കാണാൻ ഞാൻ നിർബന്ധിച്ചു. എൻ്റെ വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാപ്പാടിനോട് പറഞ്ഞു. കാപ്പാടിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. കാപ്പാട് കിച്ചൺ എന്നാണ് ആ ചാനലിലെ പേര്. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. കാപ്പാടൊന്നും മനസ്സിലാക്കുക. നിങ്ങളെ ഞാൻ ദ്രോഹിക്കാൻ വരുന്നില്ല. ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കാൻ വരില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒരു സൈഡിൽ ജീവിച്ചു പോക്കോട്ടെ. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങളിലേക്ക് എത്താൻ ഞാൻ പല മാർഗ്ഗങ്ങളും നോക്കി, എത്താൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കാൻ വരില്ല. ഞാനൊരു സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോക്കോട്ടെ. ഈ ഒരു ഇതിൽ എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അതിന് നിങ്ങളുടെ ഒന്നും സപ്പോർട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടും എൻ്റെ കഷ്ടപ്പാടും കൊണ്ടുമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ ഫാമിലിയുടെയും കഷ്ടപ്പാട് കൊണ്ടാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കാൻ വരില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പൊക്കോട്ടെ. അള്ളാനെ ഓർത്തിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് ഇനി എന്നെ ദ്രോഹിക്കരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങളിൽ ഞാൻ ശല്യം ചെയ്യാൻ വരുന്നു. നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോക്ക് ഞാൻ ഇങ്ങനെയുള്ള കമൻറ്റ് ഇടാൻ വരുന്നുണ്ട്? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാമിലി ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അവരുടെയൊന്നും വീഡിയോസിന് പോയിട്ട് നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുന്നില്ല. നിങ്ങൾ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഇതിന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ കാണണ്ട. ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളത് നിബന്ധനയൊന്നും ഇല്ലല്ലോ. അത് എൻ്റെ താല്പര്യം,
എൻ്റെ ഫോൺ എൻ്റെ ലൈവ് അല്ല, എൻ്റെ ഫോൺ എൻ്റെ ലൈവ് അല്ല, എൻ്റെ ഫോൺ എൻ്റെ വീഡിയോ എൻ്റേത്. അത് എൻ്റെ താല്പര്യം ചെയ്യുന്നത്. നിങ്ങളുടെ ഇതല്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചല്ലല്ലോ ഞാൻ വീഡിയോ ചെയ്യേണ്ടത്. എൻ്റെ ഇഷ്ടം എൻ്റെ താല്പര്യമല്ല ഞാൻ ചെയ്യേണ്ടത് വീഡിയോ. അതുകൊണ്ട് കാപ്പാട് ഒന്ന് ഓർക്കണം, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമൻ്റ് ഇട്ടിട്ട് ദ്രോഹിക്കേണ്ട. അങ്ങനെയുള്ള ചെയ്തവർ കുറേ പേരുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് പറയാത്തത് എൻ്റെ അടുത്ത് മാത്രം വന്ന് പറഞ്ഞ് എന്നെ മാനസികമായിട്ട് തളർത്താനെന്ന് നോക്കണം. ഞാൻ തളരാനും പോകുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്. ദയവ് ചെയ്ത് കാപ്പാട് എൻ്റെ ഒരു വീഡിയോയും കാണല്ലേ, അള്ളാഹിനെ ഓർത്ത് ഒരു വീഡിയോയും കാണല്ലേ. ഞാൻ TT ഫാമിലിയൊന്നും കുറ്റപ്പെടുത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രം നിങ്ങൾ സംസാരിക്കുക. ഒന്ന് വാലും തുമ്പും കണ്ടിട്ട് നിങ്ങൾ എന്നെ ചൊറിയാൻ വരരുത്. അതാണ് ഞാൻ ആ ലൈവിൽ ചോദിച്ചത്, എന്നെ ചൊറിയാൻ വന്ന കാപ്പാട് കിച്ചണാണോ ഇത് എന്ന്. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിങ്ങളുടെ വീഡിയോസിനോ നിങ്ങളുടെ ഇതിനോ ഒന്നിനും ഞാൻ ഇതുവരെ ഒരു കാര്യത്തിന് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ടും ഒന്നിനും വരണ്ട. ദയവ് ചെയ്ത് എൻ്റെ വീഡിയോയും കാണണ്ട. അള്ളാഹിനെ ഓർത്ത് എൻ്റെ വീഡിയോയും കാണാണ്ട് ഞാനും എൻ്റെ ഫാമിലി എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സൈഡിൽ കൂടെ പോയിക്കോട്ടെ. ഇതൊരു അപേക്ഷയാണ്. അപേക്ഷ മാത്രമല്ല, ഇപ്പോൾ ഒരു അപേക്ഷയാണ്. ഇനി ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരികയാണെങ്കിൽ ഞാനിത് ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്, ഓർത്ത് വെച്ചോ. എൻ്റെ ഇഷ്ടമാണ് ലൈവ് വീഡിയോ ഇടുന്നതും വീഡിയോ ഇടാതിരിക്കുന്നതും, ആരെക്കുറിച്ച് ഇടണം ആരെക്കുറിച്ച് ഇടണ്ട എന്നുള്ളത് എൻ്റെ താല്പര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചോ നിങ്ങളുടെ വീട്ടുകാരനെ കുറിച്ചോ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അതിന് അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാത്രം നിങ്ങൾ വന്ന് സംസാരിച്ചാൽ മതി. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇങ്ങോട്ട് പറയാനും കാണിക്കാനും വരണ്ട. ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോട്ടെ. അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബായ്.